നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരി. പത്മങ്ങളെ വളരെയേറെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് പൂജിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും ഒക്കെ ഉപകരിക്കുന്ന 8 വിധം പ്രതിമകളെ പറയുന്നുണ്ട്. ശൈലി ദാരുമയി ലൗഹി ലേപ്യാ ലേഖ്യാച സൈകതി മനോമയി മണിമയി പ്രതിമാഷ്ടാവിധാസ്മൃത. ഇതിലെ ലേഖ്യ എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് നമ്മുടെ താന്ത്രിക പത്മങ്ങളും യന്ത്രങ്ങളും ഒക്കെ. അപ്പോൾ അതൊരു വിഗ്രഹമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതിൻ്റെ രചനയിൽ അത്രയേറെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ പത്മങ്ങളിലെ ഓരോ വിഷയങ്ങളും ഓരോ സിമ്പലുകളും എന്താണ് എന്നും അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ടായി. നമ്മൾ സാധാരണയായി ഇട്ട് വരുന്ന അഷ്ടതല പത്മം, അതിൽ ഏത് ദേവതയെയും പൂജിക്കപ്പെടാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ആ അഷ്ടതല പത്മങ്ങളെ എങ്ങനെ പ്രമാണപ്രകാരം രചിക്കാം എന്നുള്ളതും അതിൻ്റെ കുറച്ച് താത്വിക വശങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിലും ക്ഷമിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മടിക്കരുത്. മുമ്പ് മണ്ഡലപത്മം രചിക്കുമ്പോൾ ശുദ്ധി ക്രിയ പതിവുണ്ടായിരുന്നു. മുക്തിയാത ശുദ്ധിയായിട്ട് കഴിച്ചിട്ട് ആ മണ്ഡലത്തെ രചിച്ച് അവിടെ ശുദ്ധിയാക്കിയിട്ടാണ് പത്മം രചന തുടങ്ങുക. ഇപ്പോൾ ചാണകം കൂട്ടി മെഴുകിയിട്ട് നമ്മൾ തുടങ്ങും. സ്ഥലശുദ്ധി കഴിഞ്ഞാൽ പത്മം രചിക്കുന്നതിനടുത്തായി വിഘ്ന നിവാരണത്തിന് എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കിയ പതിവുണ്ട്. ഇവിടെ ഇപ്പോൾ പുടം ഇടുകയാണ് ചെയ്യുന്നത്. പുടം ഇടുക എന്ന് പറഞ്ഞാൽ തലങ്ങനെയും വിലങ്ങനെയും രേഖകൾ വരച്ച് ഓരോ ചതുരശ്രങ്ങൾ ഉണ്ടാക്കി കോഷ്ഠപദങ്ങൾ ഉണ്ടാക്കി ആ പദങ്ങളെ മുറിച്ച് വേണം പത്മം ഉണ്ടാക്കാൻ എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. ഇതെന്തിനാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ കൃത്യമായ അളവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഷ്ഠം വരച്ചിട്ട് നമ്മൾ. ഇതിപ്പോൾ അഷ്ടതലത്തിന് 10 പുടം ആണ് ഇടുന്നത്. അതായത് 10 കളങ്ങളായിട്ട് 11 രേഖകളെ വരച്ചാൽ 10 പുടങ്ങളെ കിട്ടും. അങ്ങനെ തലങ്ങനെയും വിലങ്ങനെയും 10 വീതം പുടമിട്ട് അഷ്ടതലം രചന ചെയ്യും. ഒരു കൃത്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പുച്ഛരേഖകളൊക്കെ മായ്ച്ച് ഒരു സമചതുരശ്രമായിട്ട് എടുക്കും. ഈ ഒരു കളത്തെ കോഷ്ഠം അല്ലെങ്കിൽ ഒരു പദം എന്ന് പറയും. അങ്ങനെ ഒരുപാട് കോഷ്ഠങ്ങളൊക്കെ ഒന്നിച്ചാക്കിയിട്ടാണ് പത്മം രചിക്കുക. വൃത്തം വരയ്ക്കാൻ വേണ്ടിയിട്ട് പാളയുടെ ഒരു ശകലം കഷ്ണം എടുത്തിട്ട് അതിനെ മുറിച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിന് കണക്കായിട്ട് യവം വരുന്ന രീതിയിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി സ്രവം കുത്തിപ്പിടിച്ച് വെളുത്ത പൊടി ഇട്ടിട്ട് വരയ്ക്കാണ് ചെയ്യുക. പഴയ സമ്പ്രദായം അങ്ങനെയാണ്. ഈ ഒരു ഭാഗത്താണ് അഷ്ടതലം നമ്മൾ രചിക്കേണ്ടത്. അബ്ജക്ഷേത്രേ യവാംശം ബഹിരഥ പരിതോപാസ്യവൃത്തി കൃതേ മിത്രാംശേഗ്രാർത്ഥമന്ത സുസമഥ ചതുർധാ വിഭക്തേ ദളാർത്ഥം സന്ധ്യർത്ഥം കേസരാർത്ഥം ഭ്രമയതു പരിത കർണികാർത്ഥം ച സൂത്രം ദിക്കോണാഭ്യന്തരേഷ്ടൗ ക്ഷിപതു ച പരിതസ്തത്ര സൂത്രാണി തിര്യക്. ഇങ്ങനെ 36 പദത്തിലായിട്ട് 36 കോഷ്ഠങ്ങളിലായിട്ട് അഷ്ടദളങ്ങളെ രചിക്കാനാണ് തന്ത്രസമുച്ചയ പ്രകാരം പ്രമാണത്തിൽ പറയുന്നത്. ഇങ്ങനെ 36 പദങ്ങളിലായിട്ട് അഷ്ടദളത്തിൻ്റെ രേഖകൾ വരച്ചു. ആ രേഖകൾ നടുവിൽ കർണികയ്ക്ക് ഒരു രേഖ, ദളസന്ധികൾക്ക് ഒരു രേഖ, ദളാഗ്രത്തിന് 2 രേഖകൾ, ദളാഗ്രം വരയ്ക്കാൻ വേണ്ടി 2 രേഖകൾ ഇട്ടു. അതിൽ സാത്വിക രാജസ താമസമായിട്ടുള്ള നിറങ്ങളെ കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ത്രിവലയങ്ങൾ 3 വൃത്തങ്ങളും
കൂടെ അതിൽ പെട്ടു. കലശചന്ദ്രിക പ്രകാരമാണ് നമ്മൾ പൊതുവേ ഈ അരയാലലയും പീഠവും ഒക്കെ ആയിട്ട് ഉള്ള ആ പ്രമാണം പറയുന്നത്. ശരിക്കും അതിൽ ഈ 3 വൃത്തങ്ങൾ എന്ന് പറയുമ്പം സത്വരജതമസായിട്ട് ഉള്ളിൽ തന്നെയാണ്, അഷ്ടദളത്തിൻ്റെ തൊട്ട് പുറമേ തന്നെയാണ് വരുന്നത്, ചതുരശ്രത്തിന് ഉള്ളിൽ. ആ ഒരു പ്രമാണ പ്രകാരമാണ് ഇപ്പോൾ എടുക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് രേഖകൾ ഓൾറെഡി ഇവിടെയുണ്ട്. ഇനി നമ്മൾ 8 മുറിക്കുക ചെയ്യുന്നത്. ആ വൃത്തത്തെ നമ്മൾ 8 മുറിച്ചുകൊണ്ട് ദളങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി 8 ഭാഗങ്ങളാക്കി. ഇപ്പോൾ ഇവിടെ 8 ഭാഗങ്ങളുണ്ട്. ശരിക്കും 16 കഷ്ണങ്ങളാക്കിയാൽ അതിൽ ഈ 16 കിഴക്കേ രേഖേൻ്റെ തൊട്ട് അപ്പുറവും ഇപ്പുറവുമുള്ള ആ രേഖകളിൽ നിന്നാണ് ഇവിടെ അർദ്ധവൃത്തമായിട്ട് സൃഷ്ടിക്കേണ്ടത്. എന്നുള്ള ആഗ്രഹത്തിനുള്ളത് നമ്മൾ ഈ രേഖ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദളങ്ങളെ നമ്മൾ കൃത്യമായ അളവിൽ നല്ല അർദ്ധവൃത്തങ്ങളാക്കി ചമയ്ക്കാം. ശരിക്കും ഇത് അർദ്ധവൃത്തങ്ങളായിട്ട് തന്നെ വരയ്ക്കണം എന്നാണ് പ്രമാണപ്രകാരം. അതിൻ്റെ ഒരു സാങ്കേതിക പരിമിതി മൂലം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു എന്നല്ല. ഇനി ദള അഗ്രമായിട്ട് ഇവിടെ ചെറിയൊരു അർദ്ധവൃത്തം ആക്കണം എന്നാണ് പ്രമാണപ്രകാരം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സങ്കല്പത്തിൽ ഇങ്ങനെ ഒരു ദളാഗ്രം നമ്മൾ സൃഷ്ടിക്കണം. ഇനി നിറങ്ങളെ നിറയ്ക്കുക വേണ്ടത്. അതിന് പഞ്ചഭൂതാത്മികമായിട്ട് പഞ്ചവർണ്ണങ്ങളെ ഓരോ തന്ത്രപ്രകാരം പറയുന്നുണ്ട്. അതിൽ പഞ്ചഭൂതാത്മികമായിട്ട് പൃഥ്വിക്ക് മഞ്ഞ നിറം ആയും, ജലത്തിന് വെളുപ്പ് നിറമായും, അഗ്നിക്ക് ചുവപ്പ് നിറമായും, വായുവിന് പച്ച നിറമായും, ആകാശഭൂതത്തിന് കറുപ്പ് നിറമായിട്ടാണ് പരികൽപ്പിക്കപ്പെടുന്നത്. ഈ ഒരു തന്ത്ര സമുച്ചയ പ്രകാരവും ശാരദാതിലകത്തിലും ഒക്കെ നിറകൽപ്പനകളെ പറയുന്നുണ്ട്. അപ്പോൾ മഞ്ഞ നിറം പൃഥ്വിക്ക് എന്ന് പറഞ്ഞു. ആ മഞ്ഞ നിറം എന്താണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഹരിദ്രാസ്യ രജ പീതം. പീതത്തിന് ഹരിദ്ര. ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി. മഞ്ഞൾ ഉണക്കി പൊടിച്ചതായിട്ടുള്ള പൊടിയാണ് മഞ്ഞ നിറത്തിന് യൂസ് ചെയ്യുന്നത്. പിന്നെ വെള്ള നിറം. വെള്ള നിറത്തിന് നമ്മൾ സാധാരണ അരിപ്പൊടിയാണ് ഉപയോഗിക്കുക. അതായത് കുത്തിയരി. പുഴുങ്ങലരി ഇതിന് ഉപയോഗിക്കാറില്ല. കുത്തിയരിയാണ് ഇതിനെ പൊടിച്ചുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, വെളുത്ത പൊടിയായിട്ട്. പിന്നെ ചുവന്ന പൊടി. ചുവപ്പ് പൊടി എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ മഞ്ഞൾപ്പൊടിയിൽ ചുണ്ണാമ്പ് ചേർത്തിട്ട്, ഒരു നിശ്ചിത അളവിൽ ചുണ്ണാമ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചുവന്ന പൊടി ഉണ്ടാക്കുക. പിന്നെ കറുത്ത പൊടി, അതറിയാം, നമ്മുടെ ഉമിക്കരി, സാധാരണ ഉമിക്കരിയാണ് കറുത്ത പൊടി ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചപ്പൊടി. പച്ചപ്പൊടിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നെന്മേനി വാക ഇലയും അതൊക്കെ ഉണക്കി പൊടിച്ചിട്ടാണ് പച്ചപ്പൊടിയായിട്ട് യൂസ് ചെയ്യുക. ചിലവർ മഞ്ചാടി ഇല പൊടിച്ചെടുക്കും, ചിലവർ കരിങ്കൂവളം ഇല അതൊക്കെ പൊടിച്ചെടുക്കാറുണ്ട്. അങ്ങനെ പ്രകൃതിദത്തമായ നിറങ്ങളാണ് പഞ്ചഭൂതാത്മകമായിട്ട് ഇതിൽ നിറയ്ക്കാൻ വേണ്ടി, പത്മരചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പീത പങ്കജകർണിക ദളതതിശ്വേതാന്തരാളം ഹരിവർണം രക്തരുചോശ്രയ സിതപദ രക്തേഷുകം പീഠകം. ഇങ്ങനെ തന്ത്രസമുച്ചയത്തിൽ അഷ്ടദളങ്ങളെ, നിറങ്ങളെ കൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പീത പങ്കജകർണിക, പങ്കജത്തിൻ്റെ കർണിക മഞ്ഞയായിട്ട് പരികൽപ്പിക്കപ്പെട്ടു. പിന്നെ ദളതതി ശ്വേത, ദളങ്ങൾക്ക് ശ്വേതവർണ്ണം, വെളുപ്പ് നിറമാണ് ശ്വേതമായിട്ട് ഇടുന്നത്. ഈ അഷ്ടദളങ്ങൾക്ക് എന്തുകൊണ്ട് വെള്ള നിറം വന്നു എന്ന് വെച്ചാൽ താമരയായിട്ടാണ് അഷ്ടദളത്തെ നമ്മൾ കണക്കാക്കുന്നതല്ലോ. അപ്പോൾ ഈ താമര ജലം എന്ന ഭൂതവുമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ജലത്തിൽ നിന്നാണ് താമര ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അംബുജം എന്നുള്ള പേര്, അമ്പുവിൽ നിന്ന് ജനിച്ചത് എന്നുള്ള പേരൊക്കെ വരാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പം ജലത്തിൻ്റെ നിറമായിട്ട് നമ്മൾ കൽപ്പിച്ചത് വെള്ളയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വെള്ള നിറം അഷ്ടദളങ്ങൾക്ക് വരാൻ എന്നുള്ള ഒരു സങ്കല്പമാണ് ആ ശതപഥ ബ്രാഹ്മണത്തിൽ ഒക്കെ കണ്ടത്. വിഷ്ണു സംഹിതയിൽ ദേവതയുടെ ഹൃദയമാണ് അഷ്ടദളം
എന്ന് പറയുന്നുണ്ട്. ദേവതയുടെ ഒരു പ്രതിഷ്ഠ നടക്കുമ്പോൾ ഷഡാധാര പ്രതിഷ്ഠയിൽ ഹൃദയഭാഗത്ത് വരുന്ന അനാഹത ചക്രം, അപ്പോൾ അവിടെ വരുന്ന സിമ്പിൾ എന്ന് വെച്ചാൽ ശില കൊണ്ടുള്ള അഷ്ടദളമാണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുമ്പോൾ അഷ്ടദളങ്ങൾക്ക് താമരയുമായിട്ട് പരികല്പനയുണ്ട്. ശരിക്കും പത്മമിടുന്ന നിയമപ്രകാരം മുമ്പുള്ളവർ പറയുന്നത് ഈ രേഖകളൊക്കെ മായ്ച്ചിട്ട് തന്നെ ഇടണമെന്നാണ് പറയാറ്. രേഖകൾ ഉണ്ടാകാൻ പാടില്ല, ഒരേപോലെ പൊടികൾ വിന്യസിച്ച് പോകണം എന്നുള്ളതാണ് മുമ്പ് കാരണവന്മാരൊക്കെ പറയുന്നത് കേട്ടല്ലോ. പിന്നെ രണ്ടാൾ പത്മം ഇടുന്നുണ്ടെങ്കിൽ പൊടി ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്നൊക്കെ പറയും. അതായത് അത് അത്രയേറെ നമ്മൾ സൂക്ഷ്മമായിട്ട് വേണം ഈ പത്മരചന ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ദേവതാ പ്രത്യക്ഷീകരണം തന്നെയാണ് നമ്മൾ ശരിക്ക് പത്മമിടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കർണികയ്ക്ക് കേസരങ്ങൾ വരയ്ക്കണം. അതിന് ഒരു ദളത്തിന് 2 കേസരം എന്നുള്ള നിലയ്ക്ക് 16 കേസരങ്ങൾ മൊത്തം വരും. അതിൻ്റെ പ്രമാണം എന്ന് പറയുമ്പോൾ പീതാണുമൂല പൃഥുലാരുണ മധ്യശുഭ്ര ബിന്ദുഗ്രകാ പ്രതിതളം യുഗളാത്മകാസ്യു. ആ കേസരങ്ങൾക്ക് നിറം എന്ന് പറഞ്ഞാൽ ചെറിയ നേർത്ത മഞ്ഞ രേഖകളും അതിന് തൊട്ട് മുകളിലായിട്ട് തടിച്ച ചുവപ്പ് രേഖകളും, ആ ചുവപ്പ് രേഖയുടെ തൊട്ട് മുകളിലായിട്ട് വെളുത്ത ബിന്ദുക്കൾ, ഓരോന്നിനും ഓരോ ബിന്ദുക്കൾ എന്നുള്ള നിലയ്ക്ക് ഇടാനാണ് പ്രമാണപ്രകാരം പറയുന്നത്. പിന്നെ ഈ താമരയെ തന്നെ പല തന്ത്രഗ്രന്ഥങ്ങളിലും ഗർഭപാത്രമായിട്ടും, അതായത് ഒരു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടൊക്കെ പരികൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തത്വവശം എന്താണെന്ന് വെച്ചാൽ ആ ഓർഗനിലേക്ക് നമ്മുടെ മന്ത്രമാകുന്ന ബീജാക്ഷരങ്ങളെ അതിൽ നമ്മൾ ആവാഹിച്ച് ഒക്കെ അതിൽ കൊടുക്കും. ആ ബീജങ്ങളെ നിക്ഷേപിച്ച് അതിൽ നിന്ന് വരുന്ന സച്ചൈതന്യത്തെ ഉൾക്കൊള്ളുക എന്നുള്ളൊരു മഹത്തരമായ ഒരു തത്വങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അത്രയേറെ ഭാവനാജനകമായിട്ടും ഈ മണ്ഡലങ്ങളെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം. പത്മത്തിലെ വെളുത്തതും ചുവന്നതും കറുത്തതുമായ വീഥികൾ ദേവതയുടെ സാത്വിക രാജസ താമസഭാവത്തെയാണ് പരികൽപ്പിക്കപ്പെടുന്നത്. ഏതൊരു ദേവതയ്ക്കും സാത്വിക ഭാവവും രാജസഭാവവും താമസഭാവവും 3 വേണം. സംഹരിക്കേണ്ടടുത്ത് സംഹരിക്കുക തന്നെ വേണം. അതായത് സാധകൻ്റെ ദുഷ്ടശക്തികളെയും അതായത് നെഗറ്റീവ് എനർജിയൊക്കെ എന്തായാലും സംഹരിക്കണം. അപ്പോൾ സംഹാരത്തിൻ്റെ ഭാവവും കൂടെ ദേവതയ്ക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് സാത്വിക രാജസ താമസ ഭാവങ്ങളിലായിട്ട് വെള്ള, ചുവപ്പ്, കറുപ്പ് എന്നീ 3 വീഥികൾ ആ ദേവതയുടെ ഗുണത്രയങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് തത്വങ്ങൾ ഈ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മണ്ഡല രചനയ്ക്ക് ഇത്രയേറെ കണക്കുകൾ നിഷ്കർഷിച്ചിട്ടുള്ളതും ഒക്കെ. അതുകൊണ്ട് ദേവതാ ശരീരമായി തന്നെ നമ്മൾ ഈ പത്മത്തെ കണക്കാക്കണം. ദേവതാ ശരീരം എന്ന് പറയുമ്പോൾ ദേവതയുടെ സ്ഥൂല ശരീരമായിട്ട് പത്മത്തെയും സൂക്ഷ്മ ശരീരമായിട്ട് നമ്മൾ ആവാഹിക്കുന്ന ആ ചൈതന്യത്തെയും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഗാത്രങ്ങളിൽ വരുന്ന അശ്വത്ഥപത്രത്തെ കലശതന്ത്രിക പ്രമാണം പ്രകാരമാണ് നമ്മളിപ്പോൾ രചിച്ചിട്ടുള്ളത്. ഗാത്രപദാന്തരേ യദ്വാ സന്ധീണ്ടമരു സന്നിഭാൻ ലിഖേത് കോണം യഥാശ്വത്ഥപത്രാകാരം സമാലിഖേൽ എന്നുള്ള പ്രമാണപ്രകാരം പാദങ്ങളായിട്ട് 2 അർദ്ധവൃത്തങ്ങളെ വരച്ച് ഇവിടെ ഗാത്രപദാന്തരേ, ഗാത്രപദത്തിൻ്റെ അന്തരത്തിൽ അശ്വത്ഥപത്രത്തിൻ്റെ രൂപവും അതിൻ്റെ ചുറ്റും 2 വൃത്തവും. നേരെ മറിച്ച് സമുച്ചയപ്രകാരമുള്ള ശ്ലോകത്തിൽ ഈ വീഥിയിൽ 4 പദത്തെ ഒന്നിച്ചാക്കി അവിടെ പാദവും ബാക്കി ഗാത്രങ്ങൾ യോജിപ്പിക്കാനാണ് പറയുന്നത്. അതിൽ അശ്വത്ഥപത്രമൊന്നുമില്ല. അതുകൊണ്ടാണ് എല്ലാ പദങ്ങളും മഞ്ഞയായിട്ടും ചിലവർ ഇടാൻ കാരണം. ഈ അശ്വത്ഥപത്രങ്ങൾ അഥവാ അരയാലിലകൾ 4 ഭാഗത്തും വെച്ചിരിക്കുന്നത് സങ്കല്പിക്കുന്നത് പ്രകൃതിയായിട്ട് തന്നെയാണ്. കാരണം ജീവജാലങ്ങൾക്ക് അവശ്യ വസ്തുവായ ഓക്സിജൻ, ജീവവായു, അത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അരയാലിൽ നിന്നാണെന്ന് ശാസ്ത്രം വരെ തെളിയിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പൂജിക്കപ്പെടുന്ന ദേവതാ ചൈതന്യം പുറത്തേക്ക് പ്രവഹിക്കാനായി ഒരു മീഡിയേറ്ററായിട്ട് ഈ അരയാലില സഹായിക്കുന്നു എന്നുള്ളതും നമുക്ക് താത്വിക വശമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പൊതുവെ ഇപ്പോഴത്തെ ചിലവരുടെ ധാരണ എന്നാൽ
പത്മം ഒരു പീഠമായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. പീഠമല്ല ശരിക്കും, പത്മം ദേവതാ പ്രത്യക്ഷീകരണം തന്നെയാണ്. ദേവതയുടെ ശരീരമായിട്ട് തന്നെയാണ് പത്മത്തെ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് അത്രയേറെ ഗൗരവം കൊടുക്കേണ്ട വിഷയം കൂടിയാണ് ഈ പത്മരചന. അതിനാണ് ഇത്രയും കണക്കുകളൊക്കെ നമ്മുടെ പൂർവികന്മാർ നിഷ്കർഷിച്ച് തന്നിട്ടുള്ളത്. ഈ കര വരയ്ക്കുന്നൊരു ക്രമം എന്ന് പറഞ്ഞാൽ വടക്കുന്ന് തുടങ്ങി കിഴക്ക് അവസാനിക്കണം എന്നുള്ളൊരു ക്രമം പറയുന്നുണ്ട് കരയ്ക്ക്. അതൊരു സാമ്പ്രദായികമായിട്ടുള്ളൊരു രീതിയാണ്, ഒരു പത്മത്തിന്റെ നിയമമാണ് കിഴക്ക് അവസാനിക്കുക എന്നുള്ള രീതി. കിഴക്ക് തുടങ്ങി തെക്ക് അവസാനിക്കാതെ വടക്ക് തുടങ്ങി കിഴക്ക് അവസാനിക്കുന്നതാണ് കരരചനയുടെ ഒരു നിയമം. ഇവിടെ അഷ്ടതലത്തിൻ്റെ കരയായിട്ട്, അതായത് ബോർഡറായിട്ട് പഞ്ചഭൂതാത്മികമായിട്ട് പഞ്ചവർണ്ണങ്ങളെ കൊണ്ട് വീതിയായിട്ടോ രേഖയായിട്ടോ വരയ്ക്കാൻ പറയുന്നുണ്ട്. പൃഥിവി തൊട്ട് ആകാശം വരെയുള്ള ക്രമത്തിൽ മഞ്ഞ, വെളുപ്പ്, ചുവപ്പ്, പച്ച, കറുപ്പ് ഇങ്ങനെയാണ് വർണ്ണം വരുന്ന ക്രമം.